കേരളത്തിലെ SIRമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടിക 23/12/25 ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ സൂക്ഷ്മ പരിശോധനകൾ നടത്തുവാൻ 1 മാസം സമയമുണ്ടാകും. 22/1/2026 കൊണ്ട് അതിൻ്റെ സൂക്ഷ്മ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് 21/2/2026 പ്രഖ്യാപിക്കുമെന്നാണ് സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ ഞങ്ങൾ കേരളത്തിലെ SIRമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ഉത്കണ്ഠകളെ കൂടുതൽ ശരിവെക്കും വിധമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ B. ഗോപാലകൃഷ്ണൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഓർത്തെടുക്കേണ്ടത്. ഞങ്ങൾ BJPക്കാർ കാശ്മീരികളെ ഉൾപ്പെടെ വേണമെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന് വോട്ടർമാരാക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഇതാ SIRലൂടെ ശരിവെക്കും വിധമാണ് ജനാധിപത്യവാദികളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന തരത്തിലുള്ള പല കണക്കുകളും പുറത്തു വരുന്നത്. SIR തുടങ്ങുമ്പോൾ സംസ്ഥാനത്ത് 2,78,50,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോഴേക്കും 24,08,503 ആളുകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടും വിധമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ കരട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ 2,54,400 വോട്ടർമാർ മാത്രമായി കേരളത്തിൽ ചുരുങ്ങുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ നാളുകളിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മലയാളികളിൽ 24 ലക്ഷത്തിലധികം ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടും വിധം എന്ന് പറഞ്ഞാൽ 8.6% ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടും വിധമാണ് SIRൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇനിയും വേരിഫിക്കേഷൻ നടക്കുമ്പോൾ ഒരു പക്ഷേ 16 ലക്ഷം വോട്ടർമാരുടെ സാധ്യതകൾ മങ്ങിയേക്കാം എന്നുകൂടിയുള്ള വാർത്തകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. കുറച്ചുകൂടി വിശദമായ കണക്കുകൾ പറയാൻ ശ്രമിച്ചാൽ മരണം സംഭവിച്ച് പേര് മാറ്റപ്പെട്ടവർ 2.39%, അസാന്നിധ്യം അറിയിച്ചവർ 5.22%, ഡബിളിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വോട്ടർ പട്ടികയിൽ പേര് വന്ന ഒരേ ആളുകൾ അവരുടെ എണ്ണം വളരെ കുറവാണ്, 0.49% മാത്രം. എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി വോട്ടർമാർ അനാവശ്യമായി വോട്ടർ പട്ടികയിലേക്ക് ഇടം നേടാൻ നടത്തിയ ശ്രമങ്ങൾ ഒരു വശത്ത് വളരെ ശക്തമാണെന്നിരിക്കെ ഇരട്ട വോട്ടർമാരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ബോധപൂർവമായി ആരൊക്കെയോ ചില പ്രത്യേക മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം പെരുപ്പിക്കാനായി ബോധപൂർവമായി ഇടപെടൽ നടത്തി എന്ന് ഇപ്പോൾ ഈ 24 ലക്ഷത്തിലധികം വോട്ടർമാരെ കാണാത്ത സാഹചര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴാണ് ശ്രീ B. ഗോപാലകൃഷ്ണൻ്റെ വെല്ലുവിളി വളരെ ആകുലതകൾ നിറഞ്ഞ യാഥാർത്ഥ്യമായി മാറുന്നത്. നോക്കൂ, BJP അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ A ഗ്രേഡ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇടങ്ങളിൽ അതിൽ വിജയിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം പ്രത്യേകം പരിശോധിച്ചാൽ അവിടങ്ങളിൽ വലിയ തരത്തിലുള്ള വോട്ടർമാരുടെ അപ്രത്യക്ഷത ഇപ്പോൾ കാണുകയുണ്ടായി. അതിൻ്റെ അർത്ഥം ഇതാണ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ മൊത്തം 2,56,000 വോട്ടർമാരെ BJP ബോധപൂർവമായി ആ പ്രദേശങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് 2,56,000 വോട്ടർമാരെ ഇപ്പോൾ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഇനിയും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ചില ബൂത്തുകളെടുത്ത് പരിശോധിച്ചാൽ, ഉദാഹരണമായി പാർലമെൻറ്റ് മണ്ഡലം തൃശ്ശൂർ ബൂത്ത് നമ്പർ 29 എടുക്കുമ്പോൾ ആ ഒരൊറ്റ ബൂത്തിൽ 334 വോട്ടർമാരെ ഇപ്പോൾ കാണാത്ത സാഹചര്യം ഉണ്ടാകിയിരിക്കുന്നു. പാലക്കാടിലെ ചില മണ്ഡലങ്ങളിൽ 50 മുതൽ 60% വോട്ടർമാർ കാണാത്ത തരത്തിലുള്ള ബൂത്തുകൾ നമുക്ക് ബോധ്യപ്പെടും വിധമാണ് പുതിയ കണക്കുകൾ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നേമവും വട്ടിയൂർക്കാവും
കഴക്കൂട്ടവുമൊക്കെ നിരവധി വോട്ടർമാർ അപ്രത്യക്ഷമാകേണ്ടി വന്നത് BJP വളരെ ബോധപൂർവമായി കരുക്കൾ നീക്കി ചില പ്രദേശങ്ങളിൽ നിന്ന് വോട്ടർമാരെ തങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ എത്തിച്ചതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ 4,36,000 വോട്ടർമാരെ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്ന് SIRലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് 4,36,000 ആണെങ്കിൽ തൃശ്ശൂരിൽ അത് 2,56,000 വരും, പാലക്കാട് 1,50,000 വരും. ചുരുക്കത്തിൽ SIR എങ്ങനെയാണോ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ ഉണ്ടാക്കാൻ അവസരം ഒരുക്കിയത്, BJP സഖ്യത്തിന് മടങ്ങി വരാൻ അവസരമുണ്ടാക്കിയത്, അതിനേക്കാൾ വലിയ അപകടം നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടത്താൻ ശ്രമിച്ചു, ഇനിയും നടത്താനുള്ള ചരടുവലികളുടെ ഒരു പ്രതിഫലനമാണ് SIRൻ്റെ പുതിയ ശ്രമങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ 1%, 1.5% ഒക്കെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഇടതുമുന്നണി പ്രതിപക്ഷമാവുകയും UDF ഭരണകക്ഷിയൊക്കെ ആയി മാറിമറിയുന്ന സാഹചര്യമുള്ള കേരളത്തിൽ BJPക്ക് വേണ്ടി SIR വല്ലാത്ത തരത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പല ലക്ഷ്യങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തും വിധമാണ് നിലവിലുള്ള SIRൽ 24 ലക്ഷം ആളുകൾ അപ്രത്യക്ഷപ്പെടാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ SIRലൂടെ ന്യൂനപക്ഷങ്ങളെയും മറ്റും ഇന്ത്യക്കാരല്ലാതാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് BJPക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 5 മുതൽ 8% വരെ മുൻതൂക്കം ലഭിക്കും വിധമുള്ള ചില സാധ്യതകൾ SIRലൂടെ ചിലർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യപരമായ സാധ്യതകളെയാണ് മൊത്തത്തിൽ അട്ടിമറിക്കുന്നത്.